നമസ്കാരം. ഞാൻ നൗഷാദ് തെക്കയിലാണ്. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലിന്റെ അടുത്താണുള്ളത്. അപ്പൊ നമുക്കറിയാം, നിരവധി ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ ഒക്കെ രഞ്ജിത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരു മനുഷ്യനാണ്, മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. പാകപ്പിഴകളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ പറ്റിയാൽ അത് ഏറ്റെടുത്ത് ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂശിക്കാൻ പറ്റുമോ അത്തരത്തിൽ അനുഭവം വന്ന ആളാണ് രഞ്ജിത്ത് ഇസ്രായേൽ. കൂടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ തന്നെ ചോദിക്കാം, എന്താണ് രഞ്ജിത്തെ വിഷയങ്ങളൊക്കെ? കുറെ വിവാദങ്ങൾ, കുറെ പ്രശ്നങ്ങൾ, കുറെ പരിഹാസങ്ങൾ ഒക്കെ നിങ്ങൾ അനുഭവിച്ചല്ലോ. നമ്മുടെ പ്രേക്ഷകരൊക്കെ ഒന്ന് കേൾക്കട്ടെ, പറയൂ. വിവാദങ്ങള് ഞാൻ ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. ഈ ഒരു രക്ഷാപ്രവർത്തന മേഖലയിൽ ആദ്യമായിട്ട് ഇങ്ങനെ വിവാദം ഉണ്ടാകുന്നത്. അത് എന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു വിവാദമല്ലത്. ശരിക്കും പറഞ്ഞാൽ ജൂലൈ 16 നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഷിരൂർ മണ്ണിടിച്ചില്. അത് കഴിഞ്ഞ് ഞാൻ കൃത്യം 4-ാം ദിവസം ഞാനൊരു സാധാരണ പണിക്കാണ്. ട്രിവാൻഡ്രത്ത് തന്നെ 40 കിലോമീറ്റർ അകലെയാണ് താമസം, ഒരു വിതിരി എന്ന സ്ഥലത്ത്. ജോലി സാധാരണ നമ്മുടെ ഒരു ലേബർ വർക്കുകളാണ്. എല്ലാ പണിയും സാധാരണ ലേബർ വർക്കുകളാണ് ഞാൻ ചെയ്യുന്നത്. അതൊരു സ്ഥിരമായിട്ട് വരുമാനമോ അല്ലെങ്കിൽ ഗവൺമെന്റ് പണിയൊന്നും അല്ല ചെയ്യുന്നത്. ഈ രക്ഷാപ്രവർത്തന മേഖല 12 വർഷം നിൽക്കുന്നതാണ്. ആരോടും ഒരു പൈസ വാങ്ങാതെ, ഈ വണ്ടിക്കൂലിയാണെങ്കിലും റെസ്ക്യൂ എക്യുപ്മെന്റ്സ് സ്വന്തം കയ്യിൽ നിന്ന് വഹിച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും അതുപോലെ ബോഡി റിക്കവർ ചെയ്യാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ഷിരൂർ ദൗത്യമാണെങ്കിലും എന്റെ കയ്യിൽ നിന്ന് പൈസ ചെലവഴിച്ചാണ് ഞാൻ പോകുന്നത്. ഞാനിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആക്സിഡന്റ് കഴിഞ്ഞ് 4-ാം ദിവസമാണ്. ആക്സിഡന്റ് കഴിയുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പയ്യൻ മണ്ണിനടി കുടുങ്ങിക്കിടക്കും, ജീവനോട് ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്നു മാത്രമേ കേട്ടോളൂ. കാരണം മണ്ണിനടി കുടുങ്ങിക്കിടക്കുന്ന നമ്മൾ വേറെ ചിന്തിക്കാറില്ല പെട്ടെന്ന്. അപ്പം ഞാൻ അവർ പറയുന്നുണ്ട് 2 ദിവസം ഫോൺ ബെല്ല് റിങ് ചെയ്തിട്ടുണ്ടെന്നും, ഈ ബെൻസിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും, GPS ലൊക്കേഷൻ അവിടെ ഈ മണ്ണിനടി കാണിക്കുന്നുണ്ടെന്നും. അപ്പൊ ആരോട് തെരച്ചിൽ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽപ്പില് എന്റെ ആ ഒരു വർക്കിംഗ് ഡ്രസ്സ് എല്ലാം മാറിക്കൊണ്ട്. എന്റെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ലായിരുന്നു. ഞാൻ കൂട്ടുകാരനെ കടം വാങ്ങിച്ചിട്ടാണ് ആ ഒരു ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ പോകുന്നത്. അപ്പോഴും ആ സമയത്ത് ഞാൻ ആരോടൊന്നും ഒരു പൈസ അവർ ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് കുടുംബത്തിനൊന്നും ബന്ധപ്പെടുന്നില്ല. ഞാൻ ഇതാണ് സ്വയം ഏറ്റെടുത്താണ് പോകുന്നത്. ഞാൻ എത്തുന്ന 5-ാം ദിവസമാണ്. ഈ ആക്സിഡന്റ് 16-ാം തീയതി കഴിഞ്ഞിട്ട്, ഈ 16-ാം തീയതി ആക്സിഡന്റ് കഴിഞ്ഞ് എത്തുന്ന 5-ാം ദിവസം, ഈ ആക്സിഡന്റ് കഴിഞ്ഞ 5-ാം ദിവസം വൈകുന്നേരം 3 മണിക്കാണ് ഞാൻ അങ്കോള എന്ന സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് പല സ്ഥലങ്ങളും ആ സമയത്തുള്ള മാധ്യമങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അന്നൊരു പ്രമുഖ മാധ്യമങ്ങളാണ് യൂട്യൂബ് പറയുന്നു, അവരുടെ കുറച്ച് ടീമിന്റെ ബന്ധുക്കൾ തന്നെ അടുത്ത് പറയുന്നു ഈ ഫോൺ റിങ് ചെയ്തു. അവിടെ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? നമുക്ക് ഈ ഫോൺ റിങ് ചെയ്തല്ല, എനിക്ക് ആ പാടെ എനിക്ക് 2 ദിവസം 5-ാം ദിവസം വൈകിട്ടത്തേക്ക് എത്തിയിട്ടാണ് കളക്ടറിന്റെ പെർമിഷൻ കിട്ടുന്നത്. അവരുടെ ലക്ഷ്മി പ്രിയ മാഡത്തിന്റെ അനുവാദം വാങ്ങിച്ച് ഞാനും കൂടെ അസിസ്റ്റ് ചെയ്യാൻ വന്ന കൂടെ കോഴിക്കോട് ഒരാളുണ്ടായിരുന്നു, കൃഷ്ണദാസാണ്. പുള്ളി കൂടെ അതിനകത്ത് കയറി ചെയ്യാൻ വേണ്ടി വരുന്നത്. നമ്മൾ ഫോൺ റിങ് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്തായാലും ജീവന്റെ ചാൻസ് ഉണ്ടെങ്കിൽ നൗഷാദൊക്കെ നമുക്ക് കരയിൽ മാത്രമേ ഉള്ളൂ. കാരണം വെള്ളത്തിൽ വീണവർ എന്താണെങ്കിലും 5 മിനിറ്റിനുള്ളിൽ മരിക്കും, അറിയാലോ. അത് ഏതൊരു മനുഷ്യനും നമുക്ക് ഇത്തരം വലിയ പഠിത്തമൊന്നും വേണമെന്നില്ല. വെള്ളത്തിൽ വീണ അപ്പോഴാണ് ഇപ്പൊ ജീവന്റെ സാധ്യത എന്തെങ്കിലും ഉണ്ട്. കാരണം മൊബൈൽ റിങ് ചെയ്യുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കണക്കിലെടുത്തു. പക്ഷെ മൊബൈൽ ഫോൺ റിങ് ചെയ്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ബന്ധുക്കളൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു. മനാഫിക്ക് എന്ന് പറഞ്ഞ 2 ദിവസം. അപ്പൊ ആ ഒരു ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്താണ് ഞാൻ കരയിൽ. അപ്പൊ എനിക്കും ഒരുപാട് കോൾ ഉണ്ടായിരുന്നു, ഇത് കരയിലൊന്ന് സെർച്ച്, കരയിൽ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവർ സൈനിറ്റ് ആവശ്യപ്പെടുന്നതിന്. അപ്പൊ ഇന്ത്യൻ ആർമി ആവശ്യപ്പെടുന്നത് എന്തിനാ? കരയിൽ തന്നെ സെർച്ചിങ് വേണ്ടിയാണ്. അപ്പൊ നിനക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങി വെക്കാൻ പറ്റുന്നു. ഞാനാണ് ഒരു രക്ഷാപ്രവർത്തകൻ എന്ന രീതിയിൽ ആദ്യമായിട്ട് അവിടെ എത്തുന്നത്. 5-ാം ദിവസം വൈകിട്ടാണ് എത്തുന്നത്. അപ്പൊ എപ്പോഴും സമയം അറിയാലോ, ഒരുപാട് സമയം താമസിച്ചു. 5 ദിവസം വരെ അവർക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ നോക്കാമായിരുന്നു. എന്തുകൊണ്ട് നോക്കിയില്ല എന്നുള്ള ചോദ്യം അവിടെ ഇപ്പോഴും ഉണ്ട്. ഈ 5 ദിവസം ഞാൻ എത്തുന്നവരെ 5-ാം ദിവസം വരെ എന്തുകൊണ്ട് ആ ദിവസങ്ങളിൽ 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസം എന്തുകൊണ്ട് നോക്കിയില്ല എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്, വെള്ളത്തിൽ തന്നെ ഉണ്ടായിട്ട്. അപ്പൊ കരയിൽ എനിക്ക് അവിടെ 1.5 ദിവസം മാത്രമേ എനിക്ക് അനുമതി കിട്ടിയുള്ളൂ. കാരണം കളക്ടർ പെർമിഷൻ തന്ന എന്റെ ഡീറ്റെയിൽസും കളക്ടർ പെർമിഷൻ അവസാനം ചെയ്യുന്ന ഡീറ്റെയിൽസ് രണ്ടും എന്റെ ഫോണിൽ എവിഡൻസ് ആയിട്ട് കിടപ്പുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറയുന്നതെല്ലാം എനിക്ക് വളരെ ശക്തമായിട്ടും സിമിനഡ് പ്രൂഫായിട്ടും ആരുടെ മുന്നിൽ ഒന്നും എനിക്ക് മറിച്ചു വെക്കാതെ പറയാൻ സാധിക്കും. കാരണം അത് ജില്ലാ കളക്ടർ എന്ന പെർമിറ്റ് ജില്ലാ കളക്ടർ ഞാനാണ്. പോലീസിന്റെ അവിടുത്തെ ഇടപെടലോട് കൂടി ജില്ലാ കളക്ടർ റദ്ദാക്കി. അവിടുത്തെ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ മാഡത്തിന് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. മാഡം എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത്. പോലീസിന്റെ ഭാഗത്ത് കുറച്ച് എനിക്ക് ഇന്റർഫിയറൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് മനാഫിനെ ഞാൻ അടിക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിറ്റേ ദിവസം വന്നപ്പോ ശരി തള്ളെ സാക്ഷി കൂട്ടിയ സാക്ഷികളൊക്കെ ഉണ്ട്. ഒരു നാരായണ വേറൊരു ആണ് ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി വരാൻ വേണ്ടി ഇങ്ങനെ ഒരു പുഷിങ് ഉണ്ടായി. നമ്മളപ്പോ എന്നിട്ട് നിരാകരിച്ചു, അടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് കാര്യം നടക്കണം. നമുക്ക് ആരടിച്ചാലോ അടികൊണ്ട് നമ്മളെ കാര്യം വന്നത് എന്തിനാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു മണ്ണിനടിയിൽ ഞാൻ പറഞ്ഞില്ല, ഒരു അർജുനെ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ. ഒരു വേറെ പരിചയ കാര്യങ്ങൾ ഫേസ്ബുക്ക് കണ്ടുപോലെ. പക്ഷെ ആ ഒരു മനുഷ്യജീവൻ മണ്ണിനടി കിടക്കുന്നു, 5 ദിവസമായിട്ട് ആരും എടുത്തില്ല എന്നുള്ള ഒറ്റ ഒരു ചിന്താഗതിയിലാണ് ഞാൻ പറഞ്ഞില്ലേക്കാം. ഞാൻ ശരിക്കും പറഞ്ഞ കൂലിപ്പണിക്കാനാണ് ഞാൻ. സ്ഥിരമായിട്ടൊരു വരുമാനമോ കാര്യങ്ങളോ. അതെനിക്കറിയാം. ഞാൻ CM-ന്റെ ഓഫീസിൽ
നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിന് പോയപ്പോ ഞാൻ CM-ന്റെ ഓഫീസിൽ നിന്ന് ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ രഞ്ജിത്തിനെ വിളിക്കുകയാണ്. രഞ്ജിത്ത് 2-3 റിങ് ചെയ്തിട്ട് ഫോൺ എടുത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ രഞ്ജിത്തിനെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഇക്ക ക്ഷമിക്കണം, ഞാൻ മരത്തിന്റെ മുകളിലായിരുന്നു, മരം മുറിക്കുന്ന പണിയിലായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അത് നമുക്കറിയാം. അത് പറയൂ, ബാക്കി പറയൂ. പ്ലാന്റേഷൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇക്കാര്യം തിരിച്ച് വിളിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് ഡേഞ്ചർ പണി ഞാൻ വേണ്ടത് എല്ലാ വർക്കും നോക്കണം, ഇല്ലെങ്കിൽ ഇനി കുടുംബത്തിൽ മുന്നോട്ട് പോകും. പ്രായമായ 2 മാതാപിതാക്കളാണ്. അപ്പം ഞാനൊരു സൈന്യത്തിലേക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഒരു 4 സ്റ്റേജ് ബ്രെയിൻ്റെ ഫീവർ തന്നെ ഉണ്ടായ പേഷ്യൻ്റാണ്. ഇതൊന്നും എന്നെ വിമർശിക്കുന്ന ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഇതിൽ നിന്ന് കവർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഇത്രയും ദേശീയ ദുരന്തങ്ങളിൽ 12 വർഷമായിട്ട് ഫീൽഡിൽ ആ ജീവൻ തിരിച്ചു പിടിച്ച വ്യക്തിയാണ്. ഒരു 4th സ്റ്റേജിൽ അസുഖം ഉണ്ടായ വ്യക്തിയാണ്. ആ അസുഖത്തിൽ നിന്നൊക്കെ ഒരാളും ആ മെഡിക്കൽ റിപ്പോർട്ട് എൻ്റെ ഇപ്പോഴും കയ്യിലുണ്ടായിരുന്നു. ആ മെഡിക്കൽ റിപ്പോർട്ട് ചില മനുഷ്യൻ ജീവിച്ചിരിക്കത്തില്ലെന്നാണ് ഡോക്ടർ അതിൽമാർ പറയുന്നത്. അതിൽ നിന്ന് എൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് ഞാൻ ജീവൻ തിരിച്ചു പിടിച്ച് ഈ ഒരു രക്ഷാപ്രവർത്തനം എനിക്ക് ചെയ്യണമെന്ന് എന്റെ ഇതാണ്. ഞാൻ പറഞ്ഞത് ഇന്ന് നാളെ ഇതുവരെ ഞാൻ ഒരു പൈസ പോലും വാങ്ങാതെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ശിരൂരില് നല്ല രീതിയിൽ നിങ്ങൾ അവിടെ എത്തി പ്രവർത്തനം നടത്തി, നല്ല രീതിയിൽ നിങ്ങൾ പോയിരുന്നു. എന്താണ് പെട്ടെന്ന് നിങ്ങൾ ആർക്കും വേണ്ടാത്തവനായി മാറിയ ഒരു സാഹചര്യം ഉണ്ട്? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്നെ അവിടെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ഇപ്പൊ ഞാൻ എത്തിയതിനു ശേഷം തന്നെ ഒരുപാട് കോഴിക്കോട് നിന്ന് ഒരുപാട് ഞാൻ എത്തി അറിഞ്ഞ് രക്ഷാപ്രവർത്തകർക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു. അവരെല്ലാം സാക്ഷികളാണ്. കാരണം ശരിയായ ദിശയത്തല്ല. കാരണം നമുക്ക് വെള്ളത്തിൽ ഓൾറെഡി 5 ദിവസം നേവിയോടുണ്ട് സെർച്ച് നടത്താം. അപ്പൊ നമ്മളെന്താ കുടുംബാംഗങ്ങളും പറയുന്നത് മണ്ണ് മാറ്റി നോക്കണം, മണ്ണ് മാറ്റി നോക്കണം, ഒരുപാട് ആൾക്കാർ പറയുന്നത് മണ്ണ് മാറ്റി നോക്കണം. അപ്പൊ പിറ്റേ കുറ്റം പറയുന്നത് മണ്ണ് മാറ്റി കഴിഞ്ഞപ്പോൾ ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് പിറ്റേ ആൾക്കാർ കുറ്റം പറഞ്ഞത്. എന്തായാലും അവിടെ മാറ്റിപ്പോ ഇല്ല, പിന്നെ ഇനി പുഴ ഉണ്ടെന്ന് അവർ സ്ഥാപിക്കാമല്ലോ, എളുപ്പമായില്ലേ. ഇപ്പൊ ഇപ്പൊ എനിക്ക് വേറെ ആരെങ്കിലും ആദ്യം വരുന്നത് അവർ മണ്ണ് മാറ്റി എത്തുള്ളൂ. കാരണം മണ്ണ് മാറ്റി സംശയം മാറി നമുക്ക്, പിന്നെ നമുക്ക് ഫുള്ള് പുഴ കേന്ദ്രീകരിക്കാമല്ലോ. ഈ മണ്ണ് മാറ്റിയപ്പം ലോറി കാണാത്തത് കൊണ്ടാണോ എല്ലാവരും നിങ്ങൾക്കെതിരെ വന്നത്? അങ്ങനെയുണ്ടോ? അല്ലല്ല, മണ്ണ് മാറ്റിയ പോലെ ഞാൻ അവിടെ പറഞ്ഞത് 80% ഞാൻ ഫോൺ റിങ് ചെയ്തുകൊണ്ട് ഇത്രയുണ്ട് മണ്ണ് മാറ്റണം. അല്ല, ആ വേട് മാത്രം കൊണ്ടുവന്നതല്ല, ആ വേട് മാത്രമല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ ക്രൂശിക്കപ്പെട്ടത് എന്റെ പേര്. കാരണം ഒരു ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാക്സിമം ഈ പേര് വെച്ചുകൊണ്ട് ഒരുപാട് എനിക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. മതാടിസ്ഥാനത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ വന്ന ഉടനെ ഞാൻ ഒരു അഡ്മിനിസ്ട്രേഷനെതിരായിട്ട് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ ഞാൻ വന്നപ്പോൾ അവിടെ ഞാൻ ആദ്യമേ വന്നപ്പം ആദ്യമോട് പറഞ്ഞു, അവിടെ ഞാൻ ആ വിശ്വാസം കണ്ടപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്ന കണ്ടില്ല. അപ്പൊ അത് തുറന്ന് ഓപ്പണായിട്ട് പറഞ്ഞു. ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞാൽ അവിടെ ഒന്നും കണ്ടില്ല. അപ്പൊ ആ ഒരു ഇതും കൂടെ അവർക്ക് ആ ഒരു ഭരണകൂടത്തിന് എനിക്കെതിരെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാ പറഞ്ഞത്. ഞാൻ അവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വന്നിട്ട് കോർഡിനേഷൻ ചെയ്ത് കാര്യങ്ങൾ ഒക്കെ സ്റ്റാർട്ടപ്പായി തുടങ്ങിയത്. അവിടെ ഞങ്ങള് ഭരണകൂടത്തിനെതിരെ സംസാരിച്ചത് മുഴുവനാണ് നിങ്ങൾ ഒരു പിന്നെ കുറച്ച് സൈബർ അറ്റാക്കുകൾ തുടങ്ങിയതും. കാരണം അല്ലെങ്കിൽ ഒരു മണ്ണിനടി ഇല്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും മണ്ണിനടി ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിനടി ചെയ്യാനുള്ള എല്ലാ ഈ വെള്ളത്തിൽ ചേർത്ത് ചെയ്യാനുള്ള 3 ലൈസൻസ് സെൻട്രൽ ഗവൺമെന്റ് ലൈസൻസ് ഉള്ള ഒരാളാണ്. എല്ലാ 2 വർഷം ചോദ്യത്തിലേക്ക് വരാം. അത് പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ പെട്ടിമുടിയിലൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയുന്നു, പക്ഷെ നിങ്ങൾ പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പേപ്പറൊക്കെ വാങ്ങി നോക്കിയപ്പോ അടുത്ത ജില്ലാ കളക്ടറുടെയും അതേപോലെ മാധ്യമ വാർത്തകളും പോലീസ് ഫോട്ടോയിലൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ഇദ്ദേഹം അതിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്ത ആളാണ്. പിന്നെ അതേപോലെ തന്നെ ചില ചാനലുകാർ പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു വിധ പിന്നെ എന്താ പറയുക ഇതിന്റെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളെ ഞങ്ങൾ അറിയാതെ സപ്പോർട്ട് ചെയ്തു പോയതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പൊ അതും ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് അതിന് ഒരു മറുപടി ആഗ്രഹിക്കും. നിങ്ങളത് പറയും. അത് ഏഷ്യാനെറ്റ് ഒരുപാട് ഇപ്പൊ ഇന്ത്യയിലെ നിലവിലെ ഒരു സിവിലിയൻ റെക്കോർഡ്സ് എന്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം ഒരുപാട് ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് സ്റ്റേറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇവരാണ് നിലവിൽ കവളപ്പാറ 2015 മാർക്കുള്ള വെട്ടിമുടി ഇതിലെല്ലാം മെയിൻ ആയിട്ടുള്ള ലീഡിംഗ് റോള് വഹിച്ച ആൾ തന്നെയാണ്. അതിന് നിരവധി ഇന്ത്യൻ ആർമി ഉൾപ്പെടെ ഇന്ത്യൻ ആർമി ഒരുപാട് ജില്ലാ കളക്ടർമാര്, മറ്റ് ഫോഴ്സുകളിൽ സെൻട്രൽ ഫോഴ്സുകളിൽ പോലീസിന്റെ ഒക്കെ ഒരുപാട് പ്രശംസാപത്രങ്ങൾ ഏറ്റി വാങ്ങിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ചേ കിട്ടി, ഇനി കിട്ടാനുള്ള തന്നെ ഒരുപാടുണ്ട്. ഇനി തരുന്ന വാങ്ങുന്നു, അല്ല ചോദിച്ചൊന്നും വാങ്ങുന്നില്ല. തരുന്ന അവർ സ്നേഹപൂർവ്വം തരുന്ന വാങ്ങുന്നു. കാരണം എനിക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് റെസ്ക്യൂ കോഴ്സുകളൊക്കെ പുതുക്കാൻ പറ്റും. ഞാൻ ട്രെയിൻഡ് അല്ലാതെന്നല്ല, ഞാൻ ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 കോഴ്സുകൾ കഴിഞ്ഞു. കാശ്മീരിൽ നിന്ന് ഒരു കോഴ്സ് കഴിഞ്ഞതാണ്. എല്ലാ 2 വർഷം കൂടുമ്പോൾ ലൈസൻസ് പുതുക്കേണ്ടതാണ്. എല്ലാ 2 വർഷം. അത് ഗോവയാണ്. ഗോവ ലൈസൻസിംഗ് ടെക്നിക്സ്, പവർബോട്ട് ഓപ്പറേഷൻസിന് മൗണ്ടനറിംഗ് ഇത് കാശ്മീരിൽ നിന്ന് പഠിച്ചു. പിന്നെ സീ റെസ്ക്യൂ സ്ക്വാഡ്, വെള്ളത്തിൽ ലൈസൻസ് എല്ലാം ഉണ്ട്. എല്ലാവരും ചെയ്യും. അണ്ടർ വാട്ടർ ഡൈവിംഗ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ലാൻഡ് മാത്രമല്ല 2 ഒരേപോലെ ഓപ്പറേറ്റ്. കാരണം ഇക്കാർക്ക് കുറച്ചും മുമ്പ് അയച്ചു തന്നാൽ വെട്ടുമ്പോൾ ഞാൻ ഉള്ള അടിയിൽ നിന്ന് ബോഡി എടുക്കുന്നത്. കാരണം ആ ബോഡി എടുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റുന്നത്. കാരണം ഒരു വ്യക്തി അതറിയാലോ, ഞാൻ എടുക്കുന്ന ബോഡികളെല്ലാം ഈ ബോഡി ഉൾപ്പെടെ അത് കേരള പോലീസ് എനിക്ക് എടുത്ത്, ആ പോലീസിനും അല്ല നമ്മുടെ മൊബൈലിൽ മാത്രം സൂക്ഷിക്കാനുള്ള സംഭവമാണ്. അത് എടുക്കുന്ന അതോറിറ്റി, അല്ലെങ്കിൽ NDRF നമ്മുടെ ആർമി എല്ലാ അതോറിറ്റിയും സൂക്ഷിക്കാനാണ്. ഞാനിപ്പോൾ എടുത്തെന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എടുത്താൽ മതി. ഞാൻ പേഴ്സണാണ് ജസ്റ്റ് ഒന്ന് ഔഷാദിക്ക് മാത്രം, എന്റെ ആക്ഷൻ കമ്മിറ്റി ചെയർമാന് ബഹുമാനിനെ ഔഷാദിക്ക് മാത്രമേ ഇപ്പോൾ ഒരു തെളിവായിട്ട് ഞാൻ വിട്ടുമിടുക. എല്ലാം ബോഡി എല്ലാം കാണിക്കുന്നുണ്ട്. എനിക്കത്
എല്ലാം തെളിയിക്കാൻ വേണ്ടി ഞാൻ ബോഡി എടുക്കുന്നവർക്ക് ഇടാൻ പറ്റത്തില്ല. മനസ്സിലാക്കുന്നവരെ മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴാണ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് ആക്കി തുടങ്ങിയത്. ഇപ്പോൾ അത് കുറെ എനിക്ക് കിട്ടിയ അവാർഡ്സ് റിവാർഡ്സ് ഞാൻ ചെയ്ത് ഇടാൻ പറ്റുന്ന വീഡിയോസ് ഇടുന്നുണ്ട്. എനിക്ക് ഒരുപാട് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല, ബോഡി എക്സ്പോസ് ആവുന്ന വീഡിയോസ് ഇടാൻ പിന്നെ പറ്റത്തില്ല. ഇതില് എപ്പോഴും എല്ലാവരും കേട്ട ഒരു കാര്യം, തിരച്ചിലിനെക്കാട്ടിലും കൂടുതൽ സമയം രഞ്ജിത്ത് മീഡിയക്ക് മുമ്പിലാണ് എന്നൊരു വലിയൊരു സംസാരം ഉണ്ടായിരുന്നു. അത് പറയാതെ, കാരണം എനിക്കിവിടെ ഒരു ഒരു സ്ഥലത്ത് എസ് പിയും ആയിട്ടോ എനിക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. വയനാട് എന്നപ്പോഴാണ് അവിടുത്തെ നല്ലൊരു എസ് പി, ഏത് ജില്ലയായിരുന്നു അവിടുത്തെ പുറം ഉത്തരാഖണ്ഡിൽ പോയാലും അവിടുത്തെ എല്ലാവരുമായിട്ട് നല്ല കോപ്പറേഷനും അവരുടെ കെയർ ഓഫിലാണ് ഞാൻ എന്റെ താമസം കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നുണ്ട്. അവരെല്ലാം സപ്പോർട്ടീവ് കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും ആ നമ്പേഴ്സ് പോലും തന്നിട്ടുണ്ട്, ആ പരസ്പരമായ നമ്പറുകളും ഒക്കെ അവർ തന്നിട്ട് അവരുടെ സ്നേഹത്തോടെ പോയത്. എനിക്ക് അവിടെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ പ്രഷറും കാര്യങ്ങളും എനിക്ക് പിന്നെ അവിടെ ഉള്ളത് മാധ്യമങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ എനിക്കറിയാം, അതിനുശേഷം അറിയാലോ അവിടെ പിന്നീട് എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത് മനാഫ് ആ സമയത്ത് വേട്ടയാടുക, മനാഫിനെ എന്നെ വേട്ടയാടുക, ഞാൻ മനാഫ് മാത്രമേ ഉള്ളൂ, എന്നെ മനാഫിനെ വേട്ടയാടും. പിന്നെ എനിക്ക് തുറന്നു പറയാൻ മാധ്യമങ്ങളാണെങ്കിൽ ചേർന്ന് ഇന്ന് എനിക്കത് പറ്റുള്ളായിരുന്നു. മാധ്യമമായിട്ട് എന്തെങ്കിലും ഓപ്പായിട്ട് മാധ്യമങ്ങൾ വഴി എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാലോ. അതുകൊണ്ട് മാത്രമാണ്. ഇതിന് മുമ്പേ ഞാൻ ഒരുപാട് ഓപ്പറേഷൻ എടുത്തത്. എവിടെയെങ്കിലും മാധ്യമ ശ്രദ്ധ എന്റെ പേര് പോലും അറിയപ്പെടുന്ന ഇത് തൊട്ടാണ്. അപ്പൊ ആലോചിക്കണം, ഇതിന് മുമ്പ് എത്ര പേര് ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, എത്ര പേര്. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, ഇപ്പോ ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിച്ചപ്പോ രഞ്ജിത്ത് പറഞ്ഞു എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, എന്റെ സുഹൃത്ത് മോഹസിൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മോഹസിൻ ഇതാ ഇവിടെ ഉണ്ട്. മോഹസിന് കാര്യങ്ങളൊന്ന് പറയാം, എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തു നിങ്ങൾ. ഞാന് മോഹസിൻ എനിക്ക് വയനാട് ദുരന്തമായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. കാരണം ഞാൻ എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റെസ്ക്യൂ ചെയ്ത രണ്ടുപേരിൽ ഏറ്റവും പാടുള്ള മേഖലകളിൽ, കാരണം ഒരു ദിവസമുള്ള കുടിയും കിടന്നിരുന്നവര് ഒരു ഏറ്റവും സൂചിപ്പാൽ വന്നത് വീഡിയോസ് എല്ലാം ഉണ്ടെന്നത്തെ. അന്ന് അതിന് കളക്ടർ പ്രത്യേകം ഒരു പ്രശംസയൊക്കെ തന്നതാണ്, പോലീസ് IG ഒക്കെ പ്രത്യേക പ്രശംസ തന്നതാണ്. അപ്പൊ അന്ന് രക്ഷിച്ച നമ്മൾ അത്ര ജീവൻ പണയപ്പെടുത്തിയാണ്. പക്ഷെ കാലൊക്കെ അന്ന് ഫുള്ള് തകർന്ന് അവരെനിക്ക് കുഞ്ഞുപോലെ നോക്കി. ആ ഒരു സ്നേഹമാണ്. കാരണം ഞാൻ രക്ഷപ്പെടുത്തിയ ആൾക്കാരിൽ കുറച്ചുപേരെ എന്നെ വിളിക്കാം. നമ്മൾ അങ്ങോട്ട് ഒന്നും ആഗ്രഹിക്കാറില്ല, താങ്ക് യു പോലും ആഗ്രഹിക്കാറില്ല. അന്ന് ഞങ്ങള് ഇതേപോലെ ബോഡി റെസ്ക്യൂവിന്റെ ഭാഗമായിട്ട് ബോഡി എടുത്ത് മുകളിലേക്ക് കയറിപ്പോയതായിരുന്നു. അന്നത്തെ ദിവസം 2 ദിവസമായിട്ട് ഭക്ഷണം കാര്യങ്ങളൊന്നും ഇല്ല. മുകളിലെത്തി ആകെ ടയർഡായി വെള്ളത്തിൽ പോയി പരിക്കൊക്കെ പറ്റിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ, കുറച്ച് ലോങ് സൈറ്റിൽ ആളുകളൊക്കെ ഉണ്ട്. അവരെ കണ്ട് വേവ് ചെയ്തിട്ട് പിന്നെ ഒരു അപായ സൂചന കൊടുത്തു കൈകൊണ്ട്, അത്രയും ഡിസ്റ്റൻസ്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ ചോപ്പറയിൽ പാസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് ഫസ്റ്റ് എത്തുന്നത്, ഞങ്ങളൊരു മനുഷ്യരൂപം ആദ്യം കാണുന്നത് രഞ്ജിത്ത്. നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു അവിടെ? ഞങ്ങൾ 3 പേര്. ഞങ്ങൾ 3 പേരന്ന് കൂടി അന്ന് ചാനലുകളിലൊക്കെ ചർച്ച വന്നതാണ്. രഞ്ജിത്താണ് അവിടെ ഫസ്റ്റ് ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. വന്നിട്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ റോപ്പൊക്കെ ഇട്ട് ലോക്ക് ചെയ്ത്, പാറമ്പലൊക്കെ ലോക്ക് ചെയ്ത് റോപ്പ് ഇട്ട് ആൾ ഇങ്ങോട്ട് ചാടി വെള്ളത്തിൽ 1-2 തവണ വെള്ളത്തിൽ മുങ്ങിയിട്ടൊക്കെ റിസ്ക് എടുത്തിട്ടാണ് വന്നത്. വന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു കുറച്ച് പാടാണ് ഇങ്ങോട്ട് വരാന്, ഞങ്ങള് ഇത് ചോപ്പറായിരിക്കും ബെറ്റർ എന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ ആള് പറഞ്ഞ് എന്റെ തോളിലിട്ടിട്ടായാലും വേണ്ടില്ല, ഞാൻ കൊണ്ടുപോകും, നിങ്ങളവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവില്ല, പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകുന്നു. അത്രയും ഭയാനകമായി അവിടെ ടയർഡായി മൊത്തം. അതായത് 2 ദിവസം ഫുഡൊന്നും ഇല്ലാതെ ആകെ ക്ഷീണിച്ച് എനിക്ക് നിൽക്കാനാവതില്ലാതെ വെള്ളത്തിലൊഴുകി പാറയിലൊക്കെ അടിച്ചത്, ഷോൾഡർ ഇപ്പോഴും ഇഞ്ചുറി ആയി. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് വേണ്ടത്, അതായത് ആ ഒരു വാക്ക്, ആ തന്ന ഒരു മനോധൈര്യം, അതായത് ആ ലെവലിലാണ് നമ്മൾ അവിടുന്ന് ഉണ്ടായി പോകുന്നത്, കയറി പോകുന്നത്. കാരണം കോൺഫിഡൻസ് ലെവലൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മൊത്തം ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് ഒരൊറ്റ വാക്കിലാണ് നമ്മളെ ബൂസ്റ്റ് ചെയ്ത ആള്. അതുകൊണ്ട് തന്നെ ആ നന്ദി മറക്കാറില്ല. കാരണം ഞങ്ങളിപ്പോ നല്ല കോണ്ടാക്ട് കാര്യങ്ങളുണ്ട്. കാരണം അത് അന്ന് ഒരു മാധ്യമം ശ്രദ്ധ വാങ്ങിയിട്ടില്ല. അതായത് മാധ്യമത്തിന്റെ ഈ മാധ്യമത്തിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു ശ്രദ്ധ വാങ്ങാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അന്ന് ഞങ്ങളെ മുന്നിൽ വന്ന് നിന്നേ. ആള് ഞങ്ങള് മിലിറ്ററിയിൽ കൈമാറിയതിനു ശേഷം ഞങ്ങള് ഡെയിലി കോണ്ടാക്ട് ഉണ്ട്. ഈ പറഞ്ഞ മറ്റ് ആളുകൾ, കുറെ ആളുകൾ വന്ന് അന്വേഷിച്ചവരുണ്ട്. അവർ ആ ഒരു സമയത്ത് അന്വേഷിച്ചു, പിന്നീടില്ല, ചിലപ്പോൾ ബന്ധങ്ങൾ കുറവായിരിക്കും. പക്ഷെ പുള്ളി ഡെയിലി നമ്മളെ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളൊരാളെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ഇതുപോലെ ഒരു മനുഷ്യ സ്നേഹം ഒരു കൂട്ടുകാരുടെ ലിസ്റ്റിൽ പോലും കണ്ടിട്ടില്ല. സത്യമായിട്ട് പറഞ്ഞു. അതായത് നമ്മുടെ മനുഷ്യത്വം എന്താണ് എന്നുള്ളത് ഞാൻ കുറെ, അതായത് നമ്മൾ കുടുങ്ങി കിടക്കുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നവര്, തോള് വരുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അതേപോലെയാണ്. കാരണം അന്ന് ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ആളെ എനിക്ക് നേരിട്ട് പരിചയമല്ല. നമ്മള് ആകെ ഒന്നാമത് ഷോക്കഡ് ആയിരുന്നു. 2 ദിവസമായിട്ട് ഒന്ന് പുറത്തെന്താ നടക്കുന്നൊന്നും അറിയുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിയ ആൾക്കും കുറച്ച് ഇഞ്ചുറി പറ്റിയിരുന്നു, ആളും കുറച്ച് തിരക്കായി. എനിക്ക് അന്ന് കാലിൽ വെച്ചിരുന്നു, ഷോൾഡർ ഇഞ്ചുറി ആണ്. അന്ന് വെള്ളത്തിൽ പോയിട്ട് പാറയിൽ വെച്ച് അടിച്ചതാണ്.
ആ ഇഞ്ചുറി ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഇപ്പൊ സർജറി വേണമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്രാക്ക് ഉണ്ട്. ക്രാക്ക് മാത്രമല്ല പിന്നെ ഒരു ഹോളായിട്ടുണ്ട് ഷോൾഡറിന്റെ. അപ്പൊ അതിപ്പോ സർജറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് അന്ന് പരിക്ക് പറ്റി കുറച്ച് ദിവസം വീട്ടിൽ റെസ്റ്റ് ഒക്കെ ആയിരുന്നു ഞങ്ങളെ കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും പറ്റിയത് ആൾ അറിഞ്ഞിട്ട് പോലില്ല. അല്ല, രഞ്ജിത്തിനെ കുറിച്ച് പറയുമ്പോ നമ്മളെ ആക്ഷൻ കമ്മിറ്റി നമ്മുടെ അർജുനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് തുടങ്ങി. രഞ്ജിത്ത് ഇങ്ങനെ മണിക്കൂറുകൾ ഇടവിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ തിരുവനന്തപുരത്ത് CM-ന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ കൂടെ വന്നു. പിന്നെ പോയതിനു ശേഷം കാര്യങ്ങൾ അറിയാൻ പിന്നെ ഞങ്ങൾ ശിരൂർ പോയി. ആ സമയത്തൊക്കെ രഞ്ജിത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. രഞ്ജിത്തിന്റെ ഒരു ഉത്കണ്ഠയും ഒരു മനുഷ്യനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനത്തിലേക്ക് വരാനുള്ള ഒരു ആത്മാർത്ഥത നമുക്ക് മനസ്സിലാവും. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ മലയാളികൾക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, പരമാവധി ഉയർത്തുകയും വളർത്തുകയും ചെയ്യും. അപ്പൊ ചെറിയ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അതേപടി താഴോട്ട് എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലേക്ക് ചില ആളുകൾ ചെയ്യും. നല്ലതിനെ ഘോഷിക്കാൻ അതെ, അതാണ് ഇപ്പോൾ ഉണ്ടായത്. അതായത് ഇന്നിപ്പോ രഞ്ജിത്ത് ഇപ്പോ അർജുന്റെ വീട്ടിൽ പോകുന്നുണ്ട് അല്ലേ? എന്തായാലും പിന്നെ നമ്മുടെ രഞ്ജിത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. പൊതുസമൂഹത്തിന് എന്താണ് രഞ്ജിത്ത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്താൻ നമുക്ക് സാധിച്ചു. അതുപോലെ മോഹൻസൻ വന്നത് ഒരു നേർസാക്ഷി വന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും വളരെ വളരെ സന്തോഷം. ഞങ്ങൾ തീർച്ചയായിട്ടും തുടർന്നും രണ്ടാളും സന്നദ്ധ പ്രവർത്തകരാണ്. രണ്ടുപേരും ഇനിയും ഈ മേഖലയിൽ പ്രവർത്തിക്കട്ടെ, തെളിയട്ടെ, ഒരുപാട് ജീവന് സ്വത്തിന് സംരക്ഷകരാകട്ടെ എന്ന് അഭിവാദ്യം ചെയ്യുന്നു.